ഈ കോടതിയിലേക്ക് പി ശശിക്കും അജിത് കുമാറിനും വേണ്ടി സർക്കാർ നീങ്ങിയെന്നുള്ളതാണ്. വിജിലൻസ് പരാതി കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ചെയ്യുന്നു, പക്ഷേ കോടതി അത് തള്ളുകയാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ പറയുന്നത്? എങ്ങനെയാണ് കോടതിയെ സമീപിക്കുന്നത്? റിദാൻ വധക്കേസും ഈ പറയുന്ന മാമി തിരോധാനവും ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതെല്ലാം അവരന്വേഷിച്ചെങ്കിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അത് അന്വേഷണം നടക്കില്ല എന്ന് കേരളീയ സമൂഹത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ സത്യസന്ധമായിട്ട്. പിന്നെ ഞാൻ കൊടുത്ത റെക്കോർഡുകളാണ് ഇദ്ദേഹം കവടിയാറിൽ വാങ്ങിയ വസ്തുവിനെ സംബന്ധിച്ചും അതിന്റെ ഡീറ്റെയിൽസ്. 33 ലക്ഷത്തി ചില്ലാനും രൂപക്ക് ക്യാഷ് കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങുന്നു. 10 ദിവസം കൊണ്ട് 65 ലക്ഷം രൂപക്ക് അത് ക്യാഷ് കൊടുത്ത് അത് വിൽപ്പന നടത്തുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാൾക്കും കഴിയാത്ത സംഗതിയാണ്. ഫുൾ എമൗണ്ട് ക്യാഷ് കൊടുത്തിട്ട് ഈ ആധാരം നടത്താൻ സാധിക്കുമോ? അതിന്റെ സോഴ്സ്, അതിന്റെ വൈറ്റ് എമൗണ്ട് കാണിക്കണ്ടേ? ചെക്ക് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ DD കൊടുക്കണ്ടേ? അല്ലെങ്കിൽ RTGS ട്രാൻസ്ഫറിന്റെ റെസിപ്റ്റ് കൊടുക്കണ്ടേ? ഇതൊന്നുമില്ലാതെ കള്ളപ്പണം ഉപയോഗിച്ച് ഫ്ലാറ്റ് വാങ്ങുന്നു, കള്ളപ്പണം വാങ്ങി ഇരട്ടി വിലക്ക് വിൽക്കുന്നു. താങ്കളത് പലതവണ ഉന്നയിച്ച ഒരു കാര്യം കൂടിയാണ്. ഞാൻ ആ കത്തിലേക്ക് കൂടി ഒന്നുകൂടി വരികയാണ് ശ്രീ അൻവർ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഭാഗത്ത് ഈ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ കക്ഷിക്കൊപ്പം ചേർന്നുകൊണ്ട് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുണ്ട്. ചില കേസുകൾ പാർട്ടിക്കകം തമ്മിൽ തീർപ്പുണ്ടാക്കുന്നു. ഇവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് കമ്മീഷൻ കൈപ്പറ്റുന്നു. ഇതൊക്കെ സൂചനയുണ്ട് എന്നാണ് പറയുന്നത്. തെളിവ് ലഭിച്ചിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത് പാർട്ടിക്കും അത് തള്ളിക്കളയാമല്ലോ. എന്താണ് ഇതൊരു സോളിഡായ ഒരു പ്രൂഫ് വേണ്ടേ? പാർട്ടി എല്ലാം തള്ളിക്കളയട്ടെ. ഞാൻ ഈ സ്വകാര്യമായിട്ട് പാർട്ടിക്ക് അതീവ സ്വകാര്യമായി കൊടുത്തൊരു കർഷകനുണ്ട് അല്ലേ? ഞാൻ പൊതുസമൂഹത്തിനല്ലല്ലോ ഇത് പുറത്തു വിട്ടത്. ഇവരെന്താ ആദ്യം പറഞ്ഞിരുന്നത്? പാർട്ടിയിൽ പറയട്ടെ. പാർട്ടിയിൽ പറയാതെ എന്തിനാ പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നല്ലേ? എത്ര ദിവസമായി ഞാൻ ഈ കത്ത് കൊടുത്തിട്ട് സ്വകാര്യമായിട്ട്? ആ കത്തൊന്ന് പരിശോധിച്ചവര് എന്താ സെക്രട്ടറി പറഞ്ഞത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അൻവറിന്റെ പരാതിയിൽ ഒരു കഴമ്പില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സഖാക്കൾ അനലൈസ് ചെയ്യട്ടെ ഈ കത്ത്. അവർക്കും അറിയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നെ കുറ്റവാളിയാക്കിയിട്ട് ഇവർക്ക് എന്ത് നേടാനാ? ഞാൻ ഈ പാർട്ടിക്ക് എതിരെ ഇറങ്ങി പ്രവർത്തിച്ചവനല്ലല്ലോ. കഴിഞ്ഞ 8 വർഷം ഈ പാറ പോലെ ആ പാർട്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നാനാ കേരളത്തിലെ നിയമസഭയിലും പുറത്തും. എന്തെല്ലാം നഷ്ടങ്ങൾ എനിക്കുണ്ടാക്കി, എത്ര ആയിരം ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി. ഇതൊക്കെ ഈ സഖാക്കൾക്ക് അറിയാലോ. എന്നിട്ട് സ്വകാര്യമായി പാർട്ടി അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തൊരു കത്ത്. ഇതിനു മുമ്പ് പറയുന്നത് ഞാൻ പുറത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചു പറയാത്ത എത്ര കാര്യം അതിലുണ്ട്? ഇത് പാർട്ടി അന്വേഷിച്ചോ? അപ്പൊ എന്ത് സ്വകാര്യമായി കൊടുത്താലും പബ്ലിക്കായി പറഞ്ഞാലും ഒരു അന്വേഷണവും നടപടിയില്ല എന്നല്ലേ ഇതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളും പ്രിയപ്പെട്ട സഖാക്കളും മനസ്സിലാക്കേണ്ടത്? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഈ താങ്കളുടെ കത്തിന് ശേഷമാണ് 2 വാർത്താ സമ്മേളനങ്ങളും പാർട്ടി സെക്രട്ടറി നടത്തിയത്. അപ്പോഴൊന്നും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഗൗരവത്തിൽ അതിനെ കാണുന്നില്ല എന്ന മറ്റുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. പിന്നീടാണ് അവസാനം ആ ചോദ്യമായിട്ട് തന്നെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് പരിശോധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞത്. അല്ല, പരിശോധിക്കാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവസാന വാർത്താ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അൻവർ തന്നെ പരാതിയിൽ ഒരു കഴമ്പില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? കഴമ്പില്ലാത്ത പരാതി അറിയാൻ അന്വേഷിക്കോ? അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുമെന്നല്ലാതെ. അതിനുശേഷമല്ലേ ഞാൻ വീണ്ടും പത്രസമ്മേളനമായി വരേണ്ടി എനിക്ക് വന്നത്. ഇതൊക്കെ ഒരു വസ്തുതയില്ല. എന്താ നിങ്ങൾ വസ്തുത പറയണ്ട നിങ്ങൾ പ്ലീസ്. എല്ലാവരും കൂടി കുറ്റവാളിയാക്കുക, പാർട്ടിയെ തന്നെ കുറ്റവാളിയാക്കുക. നിങ്ങളൊക്കെ കൂടി കുറ്റവാളിയാക്കിയാൽ ആരുണ്ടാവും ഈ പൊതുസമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ? അല്ല ശ്രീ അൻവർ, താങ്കൾ ഈ 12 പേജ് പരാതി കൊടുക്കുന്നു. പലതും താങ്കൾക്ക് നേരിട്ട് അറിവുള്ളത്, ചിലതിൽ സൂചനകളുള്ളത്. അപ്പോൾ ഇത് എല്ലാം സൂചനയായി കണ്ടു വേണമെങ്കിൽ പാർട്ടിക്ക് തള്ളാം. ഇപ്പോൾ എന്താണ് ഇതിലുള്ള ഒരു മനോഭാവം എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ചോദിക്കണ്ടേ? ഞാൻ തെളിവ് കൊടുക്കല്ലോ. പാർട്ടി എന്നെ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അവസാനത്തെ വരികൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പാർട്ടിക്ക് നൽകാൻ തയ്യാറെന്നല്ലേ അത് ക്ലോസ് ചെയ്യുന്നത്. ഇനിയിപ്പോ പാർട്ടിയിൽ പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. അപ്പൊ ഈ തെളിവുകളൊക്കെ ഇനി എങ്ങോട്ടാണ്? എങ്ങോട്ട് പോകാൻ? ഇത് കോടതിയിൽ കൊടുക്കേണ്ടി വരും. അല്ലാതെ എന്ത് ചെയ്യാൻ? താങ്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഏതൊക്കെ കേസുകളിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്? തന്നെയല്ലേ ഇത് കോടതിയിൽ കൊടുത്താലും കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ സംവിധാനം നമ്മുടെ രാജ്യത്തില്ലല്ലോ. ബഹുമാനപ്പെട്ട കോടതിക്ക് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാൻ പറ്റുക. ആ അന്വേഷണ ഏജൻസി ഈ പറയുന്ന ADGP അജിത് കുമാറിന്റെ അടിമകളല്ലേ? അവിടെ ഭയപ്പെട്ടല്ലേ നിൽക്കുന്നത്? നോക്കാം. പിന്നെ നമുക്ക് എന്തായാലും കോടതിയെ സമീപിക്കുക, അത് മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ.
ഇക്കാര്യത്തിൽ ഈ പൊതുജനങ്ങളുടെ പിന്തുണ താങ്കൾ ഉറപ്പാക്കുകയാണ് അല്ലേ? അല്ല, ഞാൻ പൊതുജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയല്ല. ഞാൻ പൊതുജനങ്ങളുടെ പിന്തുണ വാങ്ങിയിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതുമില്ല. ഈ കാര്യങ്ങൾ പാർട്ടിയെ, മുഖ്യമന്ത്രിയെ ഒക്കെ ധരിപ്പിച്ചിട്ടും ഒരു പരിഹാരവും നിരന്തരമായി ധരിപ്പിച്ചിട്ട് ഒരു പരിഹാരം ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഞാൻ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ആ സമൂഹത്തിലേക്ക് ഇറങ്ങിയ സമയത്തും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സമയത്തും അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തതിനൊക്കെ എന്താ എന്നെ അപമാനപ്പെടുത്തുക, എന്നെ കള്ളനാക്കുകയല്ലേ ചെയ്തത്. അതാണ് ശ്രീ അൻവർ ഇപ്പോൾ ഈ താങ്കൾക്കെതിരെ പറഞ്ഞ ഒരു കാര്യം, ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധികൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഈ സ്വർണ്ണക്കടത്തിലെ കാരിയർമാരുമായിട്ട് താങ്കൾ സംസാരിക്കുന്നു, ആ വീഡിയോ പുറത്തുവിടുന്നു. അപ്പോൾ ഈ സ്വർണം ആർക്കു വേണ്ടി കൊണ്ടുവന്നതാണ് ആ സ്വർണം എന്ന് പറയാൻ അൻവർ തയ്യാറുണ്ടോ എന്നാണ് ഒരു വെല്ലുവിളിച്ചിട്ടുള്ള ചോദ്യം. അത് മറുപടി ഉണ്ടോ? എത്ര പ്രാവശ്യം പറഞ്ഞു ഈ പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ലല്ലോ, ഇതാര് കൊടുത്തുവിട്ടു, കസ്റ്റംസിനല്ലേ അന്വേഷിക്കാൻ പറ്റൂ. പക്ഷെ പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ കൊണ്ടുവന്ന സ്വർണം ആർക്ക് കൊടുക്കാനാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയോ ഈ 180ഓളം കേസിൽ പോലീസ് നടത്തിയില്ല? താങ്കളോട് ഇത്ര വ്യക്തമായി സംസാരിച്ച കാരിയർമാർ താങ്കളോട് പറഞ്ഞു കാണുമല്ലോ എന്നുള്ളതാണ് പാർട്ടി പറയുന്നത്. അപ്പോൾ അതെന്താണ് താങ്കൾ പുറത്തുവിടാത്തത് എന്ന്? അത് ശരി, അപ്പൊ ഞാനത് പറയാത്തതുകൊണ്ടാണ് ഇവർക്കത് അന്വേഷിക്കാൻ കഴിയില്ല. ഈ വരുന്ന സാധുക്കൾക്ക് ഇതറിയോ? ഇവരൊക്കെ എന്താ 1000 റിയാലിനും 1500 റിയാലിനും ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകള്, അവരുടെ ടിക്കറ്റിന്റെ പൈസയാണ് ഇവർക്ക് കിട്ടുക. ഇവരുടെ കയ്യിൽ എന്താ ഉണ്ടാവുക? ഈ സ്വർണം കൊണ്ട് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ അവിടെ ആളുണ്ടാവും. ആ വാങ്ങാൻ വരുന്ന ആളുടെ ഡ്രസ്സിന്റെ നമ്പറോ കളറോ അല്ലെങ്കിൽ രൂപോ എന്തെങ്കിലുമാണ് ഈ കാരിയറെ കൈ കൊടുക്കുക. അവിടുന്ന് അത് കൊടുത്താൽ അവര് പോയി. ഇവർക്ക് ഇതിന്റെ പിന്നാമ്പറ അറിയാൻ കഴിയില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട പോലീസാണ്. അതിനാ കൊണ്ടോട്ടി എയർപോർട്ട് റോഡിന്റെ ആ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു അന്വേഷണം കൊണ്ടുപോകുന്നില്ല. ഇവരുടെ തിരക്കെന്താണ്? ഈ സ്വർണം അടിച്ചു മാറ്റുന്ന തിരക്കാണ് ഈ പോലീസിനുള്ളത്. അതല്ലേ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ പോലീസ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെല്ലുവിളിച്ചല്ലോ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഗവൺമെന്റ് തയ്യാറുണ്ടോന്ന്. ആ അന്വേഷണത്തിൽ TV അൻവറിനെ ഉൾപ്പെടുത്തട്ടെ, എന്നിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. എന്താ ചെയ്യാൻ തയ്യാറില്ലാത്തത്? എത്ര ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിയാണ്. പാർട്ടിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന രണ്ടാമത്തെ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്നുള്ളത്, താങ്കൾ ആദ്യം മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിയെ കാണുമ്പോൾ P ശശിക്കെതിരെ പരാതി കൊടുത്തില്ല, രണ്ടാമതാണല്ലോ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തപ്പോഴാണല്ലോ കൊടുത്തത്, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനൊരു മറുപടി ഉണ്ടോ? അല്ല, കൃത്യമാണ് മറുപടി. പാർട്ടി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതി എന്താണ്? ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കൊലക്കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ഡാൻസ് ആഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മാമി കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഞാൻ ആ കൊടുക്കുന്ന പരാതി നേരിട്ട് DGPക്കാണ് കൊടുക്കുക. ആ പരാതിയാണല്ലോ ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. P ശശിയെ കുറിച്ച് ഞാൻ നൽകിയിട്ടുള്ള ഇപ്പം നിങ്ങൾ വായിച്ച പരാതിയിൽ മുഴുവൻ പൊളിറ്റിക്കലാണ്. അതിന്റെ മുകളിൽ DGPക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ ഈ 2 പരാതിയും ഒരു പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് കൊടുക്കാൻ സാധിക്കുമോ അന്വേഷണ സംഘത്തിന്? ഒരു ഭാഗം പോലീസ് അന്വേഷിക്കേണ്ടത്, ഒരു ഭാഗം പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ ശശിയെക്കുറിച്ച് പറയാതിരുന്നത്. ശശിയെക്കുറിച്ചുള്ള പരാതി ഞാൻ നേരിട്ടാണല്ലോ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എന്റെ കൈ ഉയർത്തി ശശി ഇരിക്കുന്ന റൂമിന് നേരെ ചൂണ്ടിയിട്ട് ശശിയാണ് ഇതിന് മുഴുവൻ കാരണക്കാരൻ, CM ശ്രദ്ധിക്കണം, അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതല്ലേ ഇതിന്റെ വസ്തുത? ഇത് അനിൽകുമാർ ഇരുന്ന് വളച്ചൊടിച്ചാൽ ഒടിയുമോ?